2025 ജൂൺ 12-നാണ് റോം രൂപതയിലെ 8000-ലധികം വരുന്ന ക്രൈസ്തവ പുരോഹിത ഗണത്തെ വത്തിക്കാനിലെ പോപ്പ് പോൾ ആറാമൻ ഹാളിൽ വെച്ച് ലയോ 14 പാപ്പ അഭിസംബോധന ചെയ്തത്. റോം രൂപതയിലെ വൈദികരെ മുഴുവൻ വത്തിക്കാനിൽ വിളിച്ചുവരുത്തി അഭിസംബോധന ചെയ്യുന്നത് വത്തിക്കാന്റെ ഭാഗത്തുനിന്നും അത്യപൂർവമായ ഒരു സംഭവമാണ്. നിങ്ങളെല്ലാവരും ദൈവത്തിന്റെ കണ്ണിൽ വിലപ്പെട്ടവരും അവിടുത്തെ പദ്ധതിയുടെ പൂർത്തീകരണവുമാണ്. സത്യസന്ധതയോടെ ഹൃദയത്തിൽ നിന്നാണ് പാപ്പ ഈ വാക്കുകൾ തന്റെ മുമ്പിൽ കൂടിയിരിക്കുന്ന പുരോഹിത ഗണത്തെ നോക്കി പറഞ്ഞത്. ശുശ്രൂഷ പൗരോഹിത്യത്തെ സംബന്ധിച്ചുള്ള 3 പ്രധാന മാർഗനിർദ്ദേശങ്ങൾക്ക് ഊന്നൽ കൊടുക്കുന്നതാണ് പാപ്പയുടെ സന്ദേശത്തിന്റെ ഉള്ളടക്കം. ഐക്യം, മാതൃകാപരമായ ജീവിതം, തദ്ദേശീയ സഭയിൽ വിശ്വസ്ത പുലർത്തുന്ന സമർപ്പണം, ഇവയാണ് 3 മാർഗനിർദ്ദേശങ്ങളായി പാപ്പ പറഞ്ഞുവച്ചത്. വിഭക്തമായ ഈ ലോകത്തിൽ പുരോഹിതർ ഒറ്റപ്പെട്ട് ജീവിക്കാതെ സാഹോദര്യത്തിൽ ഒത്തൊരുമയോടെ ജീവിക്കണമെന്നും അതാണ് വിഘടിതമായ ഈ ലോകത്തിൽ നമ്മുടെ സാക്ഷ്യമെന്നും പാപ്പ പറയുകയുണ്ടായി. ഹാളിൽ കൂടിച്ചേർന്നിരിക്കുന്ന എല്ലാ വൈദികർക്കും ഡീക്കന്മാർക്കും സെമിനാരി വിദ്യാർത്ഥികൾക്കും വേണ്ടി ശക്തമായ കരഘോഷം മുഴക്കി നമുക്ക് അഭിനന്ദിക്കാം എന്ന് പറഞ്ഞായിരുന്നു പാപ്പായുടെ സന്ദേശത്തിന് തുടക്കം. എന്റെ സ്നേഹവും സാമീപ്യവും ജീവിതത്തിൽ നിങ്ങളോടൊരുമിച്ചുള്ള ചുവടുവയ്പും ഉണ്ടായിരിക്കുമെന്ന് പാപ്പ ഉറപ്പു നൽകി. ആത്മീയ ജീവിതത്തെ നമ്മൾ സംരക്ഷിക്കണമെന്നും വെല്ലുവിളികൾ ഏറ്റെടുക്കുവാൻ തയ്യാറാകണമെന്നും സന്ദേശത്തിലൂടെ അറിയിച്ച പാപ്പ വിശുദ്ധ അഗസ്തീനോസിന്റെ സഭയെ സ്നേഹിക്കുക, സഭയിലായിരിക്കുക, ഈ സഭയോട് കൂടെ ആയിരിക്കുക എന്നീ വാക്കുകൾ ഉദ്ധരിച്ചാണ് യോഗം അവസാനിപ്പിച്ചത്. ചിതറിപ്പോയ ആടുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും അവരും തിരിച്ചു വരണമെന്നും സത്യം തിരിച്ചറിയണമെന്നും അവരും സ്നേഹിക്കപ്പെടണമെന്നും അങ്ങനെ ഒരിടയനും ഒരാട്ടിൻപറ്റമാകണമെന്നും കൂടി പോപ്പ് ലയോ 14 യോഗത്തിൽ കൂട്ടിച്ചേർത്തു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.